നമ്പ്യാരെ ഒരു കാര്യം അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലത് പൊളിറ്റിക്കൽ സ്കോറിങ്ങിനുള്ള പോയിൻറ്റ്സ് ആയിട്ട് മാറുന്നതിനകത്തുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നമ്മുടെ 4 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് BJP ജയിച്ചു കഴിഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ഉടൻ തന്നെ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലിറ്ററസി മാറ്റേഴ്സ്. അതായത് ഈ 3 സംസ്ഥാനങ്ങൾ BJP തോറ്റിരുന്നു എന്നുണ്ടെങ്കിൽ ലിറ്ററസി അവിടെ മാറ്റർ ആവുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ലിറ്ററസി മാറ്റേഴ്സ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ നാണം മറയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്ത് പിടിക്കണമല്ലോ. രാജാവ് നഗ്നനായിട്ട് നിൽക്കുന്ന സമയത്ത് നാണം മറയ്ക്കാൻ എന്തെങ്കിലും എടുത്തൊന്ന് പിടിക്കണമല്ലോ. അപ്പോൾ പിടിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, ഇവിടെയൊക്കെ ലിറ്ററസി ഉള്ളത് കൊണ്ട് BJP ജയിക്കുന്നില്ല, അവിടെ ലിറ്ററസി കുറഞ്ഞതുകൊണ്ട് BJP ജയിക്കുന്നു. അതിൻ്റെ കണക്കുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഡെപ്തിൽ അതിലേക്ക് ഡിബേറ്റിന് പോകാൻ വ്യക്തിപരമായി ഞാൻ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ വിഷയമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ ഭാവി സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി സംബന്ധിക്കുന്ന എഡ്യൂക്കേഷൻ പോലെയുള്ള വിഷയങ്ങളിൽ അവർ പോയിൻറ്റ്സ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ പിറകിലേക്ക് പോകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1990കളിലെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ സ്ഥിതിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 70കളിലും 80കളിലും അവർ പുലർത്തിയിരുന്ന ഒരു ആധിപത്യം 90കളിൽ എത്തുമ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കലി അവർക്ക് അഡ്വാൻറ്റേജ് നൽകുന്നുണ്ടായിരുന്നു. 95, 96, 97 ഒക്കെ എടുത്തിരുന്നാൽ ഏറ്റവും അധികം ലോകകപ്പ് നേടിയ ടീമാരാ? വെസ്റ്റ് ഇൻഡീസാണ് നമ്പർ 1. ഏറ്റവും കൂടുതൽ ഏകദിനങ്ങൾ ജയിച്ച ടീം ഏതാ? വെസ്റ്റ് ഇൻഡീസാണ് നമ്പർ 1. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ജയിച്ച ടീം ഏതാ? വെസ്റ്റ് ഇൻഡീസാണ് നമ്പർ 1. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കാണ്. റിയാലിറ്റി അതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസം വരേണ്ടത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. 2021 ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് CUET എന്ന് പറയുന്ന എൻട്രൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 2021 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മലയാളികളായ 4800 വിദ്യാർത്ഥികളോ മറ്റോ ആണ്. അതിൻ്റെ ഒരേ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് +2 പരീക്ഷയിൽ അവർ നേടിയിരുന്ന മാർക്ക് എന്നുള്ളത് മാത്രമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളെ എടുക്കുമ്പോൾ +2 പരീക്ഷയിൽ അവർ എത്ര മാർക്ക് നേടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളതായിരുന്നു. 2021 CUET കൊണ്ടുവന്നു. 2022 ആയപ്പോൾ ഈ 4800 എന്നുള്ളത് കുറഞ്ഞ് 400ലേക്കോ മറ്റോ കൊണ്ടുവന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഹിന്ദു കോളേജ് ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഹിന്ദു കോളേജാണ്. അവിടെ BA പൊളിറ്റിക്കൽ സയൻസ് ഹോണേഴ്സിൽ 2021 146 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. 120 പേര് കേരളത്തിൽ നിന്നായിരുന്നു. ഈ പറയുന്ന എൻട്രൻസ് കൊണ്ടുവന്നതിന് ശേഷം 2022 ഈ 120ൻ്റെ സ്ഥാനത്ത് ഒരു കുട്ടിക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. 120ൻ്റെ സ്ഥാനത്ത് ഒരു കുട്ടിക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് കിട്ടുന്നില്ല? കാരണം കോമൺ എൻട്രൻസ് ടെസ്റ്റ് വന്നപ്പോൾ ഇവർ ഈ പറയുന്ന ഗോമൂത്ര സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്ന UP ആയിക്കൊണ്ടുപോട്ടെ, ബീഹാർ ആയിക്കൊണ്ടുപോട്ടെ, മധ്യപ്രദേശ് ആയിക്കൊണ്ടുപോട്ടെ, ഇവിടുത്തെ കുട്ടികൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഈ സാഹചര്യത്തിനെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് 79-80% ഡ്രോപ്പാണ് ശരിക്കും പറഞ്ഞാൽ CUET വന്നതിന് ശേഷം ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മലയാളികളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഹാറിൽ 2021 ബീഹാറിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന 556 കുട്ടികൾക്കാണ്. കാരണം +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 2022 CUET വന്നപ്പോഴേക്കും 1280 ഏതാണ്ട് ട്രിപ്പിളിലേക്ക്, ഏതാണ്ട് ട്രിപ്പിളിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സിവിൽ സർവീസ് എടുത്തു നോക്കൂ. ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിക്കൊണ്ടിരുന്നത് ബീഹാറിൽ നിന്നാണ്. ഈ നിലവിൽ കഴിഞ്ഞ വർഷം അത് UP ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളം എവിടെയാണ് നിൽക്കുന്നത്? 5% കുട്ടികൾ മാത്രമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന സംസ്ഥാനമല്ലേ നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മുടെ കുട്ടികളല്ലേ 1ാം സ്ഥാനത്തുണ്ടാവേണ്ടത്. എന്തുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല? ഇതൊരു ചോദ്യമാണ്. കാരണം ഈ പറയുന്ന പോലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒഴുക്കം മട്ടിൽ ജയിപ്പിച്ച് വിടുന്നു. ഈ വോക്കിസം എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഈ കൾച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങളെയും സമൂഹങ്ങളെയും സംസ്ഥാനങ്ങളെയും മുഴുവൻ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ശ്രീ സുരേഷ് ബാബു സാറ് പറഞ്ഞതുപോലെ കുട്ടികളെ നമുക്കൊന്ന് നോക്കാൻ പാടില്ല, കുട്ടികളെ ഒന്നും നുള്ളാൻ പാടില്ല, കുട്ടികളെ ഒരു തരത്തിലും കുട്ടികൾക്ക് മേൽ ഒരു നടപടി എടുക്കാൻ പാടില്ല, അവർ എങ്ങനെയും പൊക്കോട്ടെ. ഈ വോക്ക് കൾച്ചർ കൊണ്ടുവരാൻ പോകുന്നത് തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റീവ് അല്ലാത്ത ഒരു നെക്സ്റ്റ് ജനറേഷനെ ആയിരിക്കും എന്നുള്ളത് അതിഭീകരമായ ഒരു സിറ്റുവേഷനാണ്. അതിനെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് ഈ ലെഫ്റ്റ് ലിബറൽസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ കടക്കലാണ് കത്തിവെക്കുന്നതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല.